ഇന്ന് നമുക്ക് രണ്ട് തരത്തിൽ സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സിബിൻ്റെ ലെങ്ത്ത് ഒന്ന് എടുക്കുക. നമുക്ക് എത്രത്തോളം സിബ് വേണോ അതിനനുസരിച്ച് ലെങ്ത്ത് നോക്കിയിട്ട് നമ്മൾ തുണിയുടെ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ 6 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ തുണിയിൽ നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്യാം. ഞാൻ തുണിയിൽ സിബ് വെക്കുന്ന ഭാഗം തുണിയിൽ കട്ട് ചെയ്യാതെയാണ് സിബ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് താഴത്ത് ഇതേപോലെ ഒരു ചെറുതായിട്ടൊരു വരയും കൂടി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ സിബ് ഇതിൻ്റെ മുകളിൽ വെച്ച് തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സിബ് ഒന്ന് ഓപ്പൺ ചെയ്യണം. എന്നതിന് ശേഷം സിബിൻ്റെ തുണിയുടെ നല്ല വശവും സിബ് നേരെ നല്ലത് മുകളിലേക്കും ആക്കി വെക്കുക കേട്ടോ. നമ്മൾ സിബിൻ്റെ തുറക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ വലിക്കുന്നത്, അത് മുകളിലേക്ക് വരണം. എന്നതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ വിരൽ വെച്ച് കൊടുക്കുക. അത് മറിയാൻ പാടില്ല. ആ സിബ് നേരെ നല്ല വശം മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ താഴ്വശം ഒന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് സിബിനെ താഴ്വശം തിരിയാതെ ബാക്കിയുള്ള ഭാഗം നമ്മളൊന്ന് മെല്ലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ആ പല്ലുള്ള ഭാഗം അപ്പുറത്തെ സൈഡിലേക്ക് വരണം, തുണിയുടെ സൈഡിലേക്ക്. നമ്മൾ വരച്ച ഭാഗത്തേക്ക് നമ്മൾ തയ്ക്കുന്ന ഭാഗവും കൂടി വരണം കേട്ടോ. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താ ഞാൻ പറഞ്ഞത് എന്നുള്ളത്. ഇനി തയ്ക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. സിബിൻ്റെ തുറക്കുന്ന ഭാഗം മുകളിലേക്ക് വരണം. എന്നിട്ട് ആ വരച്ച ഭാഗം ഉണ്ടല്ലോ, ആ വരച്ച ഭാഗത്തേക്ക് നമ്മൾ തയ്ക്കുന്ന ഭാഗം വരിക. അടിവശം നമ്മൾ തിരിയാൻ പാടില്ല കേട്ടോ. നമ്മൾ ആ തുറക്കുന്ന വലിപ്പുണ്ടല്ലോ, അത് നമ്മൾ മുകളിലേക്ക് തന്നെ വന്ന് നിൽക്കണം. ആ ഭാഗം തിരിയാതെ മറ്റ് സൈഡ് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പല്ലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഈ തുണിയുടെ ഭാഗത്തേക്കും നമ്മൾ വരച്ച ഭാഗത്തേക്കും നമുക്ക് തയ്ക്കാനുള്ള ഭാഗം കൂടി വരണം കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് സൈഡിൽ കൂടെ തയ്ച്ചെടുക്കുകയാണ്. വരയുടെ മുകളിൽ കൂടെ അല്ല, വരയുടെ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് തയ്ച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആ വരയുടെ മുകളിലല്ലാതെ വരയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വേണം നമ്മൾ തയ്ക്കുന്ന ഭാഗം വരാനായിട്ട്. എന്നിട്ട് ആ തിരിച്ച് വെച്ച ഭാഗം എല്ലാം ഒന്ന് തയ്ച്ച് കൊടുക്കുക. നമ്മൾ വര മാർക്ക് ചെയ്തില്ലേ ലാസ്റ്റ് ഏത് വരെ എന്നുള്ളത്, അതുവരെ തയ്ച്ചാൽ മതി കേട്ടോ. ഫുള്ളായിട്ട് സിബ് ഫുള്ളായിട്ട് തയ്ക്കണ്ട. നമുക്ക് ലെങ്ത്ത് എത്രത്തോളം വേണം അതുവരെ തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ നേരെ നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കുക. വര സെൻറ്ററിൽ വരണം. ഇനിയിപ്പോൾ ഞാൻ ആ വിരൽ വെച്ച ഭാഗം ഉണ്ടല്ലോ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ഒന്ന് കെട്ടിട്ടെടുക്കാം കേട്ടോ. ഇതുവരെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് സൂചി പൊക്കി നൂല് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങളൊരു പഴയ തുണിയിൽ തയ്ച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ ഒരട്ടോ രണ്ടട്ടോ തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തോന്നും കേട്ടോ. ഇനി താഴ്വശം നമ്മൾ വിരലുകൊണ്ട് അതേപോലെ സിബ് തുറക്കുന്ന ഭാഗം മുകളിലേക്ക് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും എല്ലാം ഒന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. താഴ്വശം അതേപോലെ സിബ് തുറക്കുന്ന ഭാഗം മുകളിലേക്ക് തന്നെ, ആ സിബ് വലിക്കുന്നത് മുകളിലേക്ക് തന്നെ വരണം. നമ്മൾ മറ്റേ സൈഡിൽ വെച്ച പോലെ തന്നെ ഒന്ന് മെല്ലെ തിരിച്ചിട്ട് സിബിൻ്റെ പല്ലുവശം നമ്മൾ തുണിയുടെ ഭാഗത്തേക്ക് വരണം. തയ്ക്കുന്ന വശം നമ്മൾ ഈ വരയുടെ അടുത്തേക്കും വരണം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ ഇത് വെക്കുന്നത്, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് നേരത്തെ തയ്ച്ച പോലെ തന്നെ ആ വരയുടെ മുകളിലല്ലാതെ വരയുടെ അപ്പുറത്തെ സൈഡിൽ ഈ സിബിൻ്റെ ഭാഗം വെച്ചുകൊണ്ട് ആ വര ലാസ്റ്റ് വരെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് തയ്ക്കണം. നമ്മൾ ആ തിരിച്ച് വെക്കണം. തിരിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിബ് വെച്ചത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. താഴ്വശം തിരിയാൻ പാടില്ല. സിബ് വലിക്കുന്ന ഭാഗം മുകളിലേക്ക് തന്നെ നിൽക്കണം. അവിടെ വിരൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ മുകൾ വശം മെല്ലെ ഒന്ന് തിരിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് മെല്ലെ താഴ്വശം മാർക്ക് ചെയ്തത് വരെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഇതേപോലെ തന്നെ ഒന്ന് കെട്ടിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് നൂലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി വേണം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും നൂലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്റർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ ക്ലോത്ത് മറിച്ച് വെച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കാരണം അപ്പുറത്തെ സൈഡ് വര ഉള്ളതുകൊണ്ട് നമുക്ക് അടിച്ചത് കാണൂല എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അല്ലാതെ തുണി ഞാൻ മറിച്ച് വെച്ചതല്ല കേട്ടോ. ഇനി നമുക്ക് മെല്ലെ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സിബിൻ്റെ മുകളിൽ തട്ടാതെ മെല്ലെ നമുക്ക് ആ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ലാസ്റ്റ്, അതുവരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സിബിൻ്റെ മുകളിലൊന്നും കത്ര തട്ടരുത്. ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പിങ്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വരയുടെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്കും ഒന്ന് ക്രോസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. രണ്ട് മൂല ഭാഗത്തേക്കും നമ്മൾ സിബ് നമുക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് മറിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ട് മൂലയും ഇതേപോലെ രണ്ട് സൈഡിലും ഓരോ കട്ട് കൊടുക്കുക ഇതേപോലെ കേട്ടോ. ഇനി നമുക്ക് ആ കട്ട് കഴിഞ്ഞാലും മെല്ലെ ഒന്ന് സിബിനെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക ഉള്ളിലേക്ക്. ഇതേപോലെ ഒന്ന് മറിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തുണിയുടെ നല്ല വശത്താണ് സിബ്
തയ്ച്ചത്. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സിബിൻ്റെ വലിക്കുന്ന സംഭവം താഴ്വശത്താണ് കിടക്കുന്നത്. അത് നമുക്ക് മുകളിലേക്ക് വലിച്ചു കൊണ്ടുവരാം. അപ്പോൾ ആദ്യം ഇതൊന്ന് മറിച്ചിട്ട് നമുക്ക് ആ സിബിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം കേട്ടോ. അവിടെ ഒരു ഗ്യാപ്പില്ലേ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ, അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ട് മുകളിലേക്ക് വലിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ അതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. സിബ് അവിടെ കുരുങ്ങിപ്പോയി നൂലിൻ്റെ ഉള്ളിൽ, അതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പതുക്കെ വലിച്ചെടുക്കുക. ഇനി നമ്മൾ സിബ് ഒന്ന് മുകളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സിബ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. താഴ്വശമൊക്കെ നോക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിവശത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ അടിവശം കുറച്ച് അധികം സിബ് നീണ്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഉടുപ്പിനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് മതിയല്ലോ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ സിബ് ഓപ്പണായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അടിവശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ സിബിൻ്റെ മുകളിലൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ സിബ് വിട്ടു പോരും കേട്ടോ. നമ്മൾ അടിവശം തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ ഉടുപ്പിനൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികളെ മുകളിലൊക്കെ ഇങ്ങനെ കുത്തിത്തിറക്കും. അപ്പോൾ അത്രയധികം നീണ്ടിട്ട് നമുക്ക് സിബ് ഉള്ളിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഈ തുണിയുടെ സൈഡിലായിട്ട് അരികോട് കൂടിയിട്ട് തന്നെ നമുക്ക് 2-3 സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിട്ടെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന സിബ് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമ്മുടെ സിബ് ഊരിപ്പോരും കേട്ടോ, നമ്മളവിടെ കെട്ടിട്ട് തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് ഒന്ന് പതിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നീറ്റായിട്ട് കിട്ടും നമ്മുടെ സിബ്. അപ്പോൾ ഈ സിബ് വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഒരു വട്ടം നിങ്ങളൊരു പഴയ തുണിയിലൊക്കെ ഇതുപോലെ സിബ് വെച്ച് തയ്ച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ആ മൂല എത്തിക്കഴിഞ്ഞാൽ ഒന്ന് കുത്തി തിരിച്ച് തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഉള്ളിൽ നമ്മളൊരു ക്രോസായി കട്ട് ചെയ്ത ചെറിയൊരു തുമ്പ് കഷ്ണം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാകും. അത് നമുക്ക് എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക കേട്ടോ. എന്നാലേ നല്ല നീറ്റായിട്ട് നമുക്ക് സിബിൻ്റെ ഭാഗം കിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ മുകളിലേക്ക് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമുക്ക് സിബ് വെക്കാനായിട്ട്. ഞാൻ വേസ്റ്റ് തുണിയിലാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സിബ് വെക്കുന്ന രണ്ടാമത്തെ രീതി നാളത്തെ വീഡിയോയിലൂടെ കേട്ടോ.